ശ്യാംരാജ് ED ഇപ്പോൾ AC മൊയ്തീനാകട്ടെ MK കണ്ണനാകട്ടെ അവർ നേരത്തെ ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെയാണെങ്കിൽ കുടിച്ച മുലപ്പാൽ വരെ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയാണ്. കരുവന്നൂർ അടക്കമുള്ള ആരോപണങ്ങൾ ED എന്തോ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, തൃശ്ശൂർ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രചാരണത്തിന് മുഴുവൻ കേന്ദ്രവും അവിടെയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അത്രമേൽ ശുദ്ധമാണ്, അത്രമേൽ സുതാര്യമാണ് പാർട്ടിയുടെ ഈ സാമ്പത്തിക കാര്യങ്ങളിലെ ഇടപെടൽ. ഒന്നും ചെയ്യാനില്ല. എന്നിട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന ഒരു ഓഡിയോയുടെ പേരിലുള്ള ഈ രാഷ്ട്രീയ വേട്ട. മാധു, EDക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇക്കാര്യത്തിൽ? ED ഈ കേസ് കഴിഞ്ഞ 4 വർഷത്തിനകത്ത് ഈ കേസ് അന്വേഷിക്കുകയും 108 കോടിയോളം വരുന്ന രൂപ സീസ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തില്ലേ? ഇനി ഇതിനകത്ത് വിധി പറയേണ്ടതാരാണ്? ഇവരെ ശിക്ഷിക്കേണ്ടതാരാണ്? ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായമൊക്കെ പറഞ്ഞിട്ട് ഈ കേസിൽ നിന്ന് തല ഊരാന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, കൂടെ കിടന്നവന് നന്നായിട്ട് രാപ്പനി അറിയാം. ആ രാപ്പനിയെ കുറിച്ചിട്ടാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ 2019 മുതൽ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ മൊയ്തീൻ അടക്കമുള്ള ഈ കണ്ണൻ അടക്കമുള്ള ആളുകൾക്ക് വൻ ബിനാമി ഇടപാടുകളുണ്ടെന്നും 1 ലക്ഷം രൂപ വരെ മൂല്യമുള്ള ഭൂമി 10 ലക്ഷം രൂപയ്ക്ക് വരെ ഇവർ മറിച്ച് ലോൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും, ബാങ്കിനകത്ത് വെച്ചിട്ടുള്ള ലോണുകൾ പോലും വീണ്ടും എടുത്ത് ലോൺ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കള്ളപ്പണം ഇടപാടുകൾ ഇവർ നടത്തുന്നുണ്ടെന്ന് ശ്രീ സുരേഷ് ഗോപി യാത്ര നടത്തിയ സേവ് കരുവന്നൂർ യാത്ര മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരേക്കും ഇവർ ഇരവാദവും മുടക്കിക്കൊണ്ട് നടക്കലാണ്. അന്ന് മുതൽ ഇന്ന് വരേക്കും ഇവർ ED എന്ത് ചെയ്തു എന്ന് ചോദിച്ചു നടക്കലാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പം ഇവരുടെ DYFIയുടെ നേതാവ് തന്നെ പറയുന്നത് എന്താണെന്ന്? അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞെന്താ? 5 വർഷം മുമ്പത്തുള്ള എൻ്റെ ഓഡിയാണ് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത്. 5 വർഷം മുമ്പുള്ള DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോയാണിത്. അതിലയാൾ എന്താണ് പറയുന്നത്? ഇവിടെ ഡീലിങ്സ് നടക്കുകയാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഹൈ ക്ലാസുമായിട്ട്, ആ വാക്കാണ് അയാൾ ഉപയോഗിക്കുന്നത്, ഹൈ ക്ലാസുമായിട്ടുള്ള എലൈറ്റ് ക്ലാസുമായിട്ടുള്ള ഡീലിംഗ് നടത്തുകയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ഇരവാദങ്ങൾ മുഴക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഈ CPM തൃശ്ശൂർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരിതാ വിശദീകരണ യോഗങ്ങൾ നടത്തുന്നു, ഇരവാദങ്ങൾ നടത്തുന്നു, അങ്ങനെ ജനങ്ങളെ അങ്ങോട്ട് പ്രബുദ്ധരാക്കാൻ വേണ്ടി നടക്കുന്നു. പക്ഷേ ഈ ഇവരുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഇവർക്ക് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? അന്ന് ഞങ്ങൾ പറഞ്ഞതും അന്ന് BJP പറഞ്ഞിട്ടുള്ളതും ഇന്ന് ഇവരുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള ഇവരുടെ നേതാവ് പറഞ്ഞതും ഒരേ കാര്യം തന്നെയാണെന്ന്. ഇനി ഇവരാര് ഇതിനെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്? ഇത് ഏതോ ഒരു സിനിമയിൽ ഈ കുടുംബം മൊത്തം കള്ളന്മാരാണല്ലോടാ എന്ന് ചോദിക്കുന്നത് പോലെ ഇത് ആരോടാണ് പരാതി പറയേണ്ടത്? ഈ പാർട്ടി ആരാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്? മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള ആളുകൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ജില്ലാ ലെവലിലുള്ള നേതാക്കന്മാരെ ആര് ക്ലിയർ ചെയ്യുമെന്നാണ് പറയുന്നത്? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ന് ഈ ശരത് എന്ന് പറയുന്ന DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ കൂടി വന്നപ്പോൾ ഇത് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണെന്ന്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇതൊരു സ്വാഭാവിക, ആ ഒരു വോയിസിന്റെ ഒരു ടോൺ നിങ്ങൾ നോക്കൂ. പാർട്ടിക്കുള്ളിൽ തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കൊള്ളയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന CPM മാറിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മണി ഹേസ്റ്റായി മാറിയെന്ന്. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന, ബാങ്കുകൾ ഉപയോഗിച്ച് പണം കൊള്ള ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം, അതിന് ഈ ജനങ്ങൾക്കൊരു വിശദീകരണം കൊടുക്കുന്നതിന് പകരം നോക്കൂ, മൊയ്തീൻ MLA ആണ്. ആ മൊയ്തീൻ ജനങ്ങൾ വിജയിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയുടെ പേരിൽ വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി പറയുന്നതിന് പകരം ഇന്നെന്താ ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രതിനിധി ചർച്ചയ്ക്ക് വരാത്ത എന്താ? ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഒരു മാധ്യമങ്ങളിലും പോകാൻ വേണ്ടി സാധ്യതയില്ല. അപ്പോൾ അവരെന്തിനാണ് ഇതിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുന്നത്? എന്താണ് അവർക്ക് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഇത് ഇത്ര സുതാര്യമാണെങ്കിൽ ഈ ഹസ്കറിനെ പോലെയുള്ള ഇടതുപക്ഷ നിരീക്ഷകർ വന്നിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അവർക്ക് വന്നിരുന്ന് അങ്ങോട്ട് സംസാരിച്ച പോരെ? അപ്പോൾ ഇതിൽ ഇവർക്ക് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പാർട്ടിക്കുള്ളിൽ അറിയാവുന്ന കാര്യമാണ്. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലായി എന്നറിഞ്ഞതുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ആരോപിക്കുന്നത് BJP MD രമേശ് വിശദമായ വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ CPMന്റെ പ്രതിരോധം എന്താ ശ്യാംരാജ്? ഈ BJP ദേശീയ അന്വേഷണ ഏജൻസികളെ വെച്ച് അന്വേഷിച്ചതല്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? രാഷ്ട്രീയമായി വേട്ടയാടിയതിൽ ഈ പറയുന്ന നേതാക്കളെ എല്ലാവരെയും എന്തെങ്കിലും സംഭവിച്ചോ? അവർക്ക് ഇപ്പോഴും പൊതുജീവിതത്തിൽ തുടരാൻ കഴിയുന്നത് അവരുടെ മടിയിൽ കനമില്ലാത്തത് കൊണ്ടല്ലേ എന്നുള്ളതാണ്. പിന്നെ ചർച്ചയ്ക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ BJP എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് വരാറുണ്ടോ? അതെന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇല്ല. ഇന്നിപ്പോൾ ഈ കാര്യത്തിൽ അവർക്ക്
ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല. ഇനി ഈ പറയുന്ന പോലെ പാർട്ടി സെക്രട്ടറിയുടെ ഒക്കെ പ്രതികരണം വന്നതിന് ശേഷം അല്ലെങ്കിൽ പറയാനുള്ള പ്രതിരോധവും മറുപടിയൊക്കെ കൃത്യമായി എഴുതി തയ്യാറാക്കാനുള്ള സമയം വേണ്ടേ? അത് നമ്മുടെ നാട്ടില് സാധാരണ രീതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എത്ര കാലതാമസം ഉണ്ടാവാറുണ്ട്? ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം ചെയ്ത 2014 എൻ്റെ കേസുകൾ ഇപ്പോഴും പൂർത്തിയാകാതെ കിടപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന കാലതാമസത്തിനപ്പുറത്തേക്ക് അതാണ് ഞാൻ ചോദിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടോ ഇല്ലയോ? ഇതിന് കേസ് തീർന്നിട്ടുണ്ടോ? ഇതിന് കേസിന് വിധി പ്രസ്താവന നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കേസ് ക്വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. കേസ് നടന്നുകൊണ്ടിരിക്കലല്ലേ. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് എന്റെ മാധു ഉള്ളത്? ശരി.